വൈദികരും സിസ്റ്റേഴ്സും എത്രയും പെട്ടെന്ന് തന്നെ പള്ളിയുടെ വലതുഭാഗത്തുള്ള കൗണ്ടറിൽ നിന്നും രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക. അങ്ങോട്ട് മാറി നിന്നതാണ്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ കർത്താവായ ദൈവമേ, അടിമത്തത്തിന്റെ ചങ്ങല തകർത്ത് മനുഷ്യവംശത്തെ മുഴുവനും ഒന്നിപ്പിക്കുവാൻ ആഗ്രഹിച്ചവനെ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും ഒരു സമയം നൽകണമേ. അങ്ങയുടെ സഭയെന്നും സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും വളരുവാനും രക്ഷയുടെ ഉദാസ എന്ന നിലയിൽ പ്രശോഭിക്കുവാനും അവിടുത്തെ സ്നേഹത്തിന്റെ രഹസ്യം ലോകത്തിൽ അറിയപ്പെടാനും സജീവമായിരിക്കുവാനും ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആണ്ടുകളുണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ട 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം ചേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ചതിനെ തുടലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുകയും എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥനയായിരിക്കാം. അസാധാരണ ജൂബിലിയെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പനയുടെ ആരംഭഭാഗം ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം. ഈ വാക്കുകൾ ക്രൈസ്തവ വിശ്വാസ വികസനത്തിന്റെ സംശയമാണ്. കാരുണ്യം അസലിലെ ഈശോയിൽ സജീവവും ദൃശ്യവുമായി അത് അവിടുത്തെ പൂർണ്ണതയിലെത്തി. കരുണാസമ്പന്നനായ പിതാവ്, കരുണ്യവാനും കൃപാനിധിയും, കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിലും വിശ്വസതയിലും അത്യുദാരനും എന്നിങ്ങനെ ദൈവം മോശയ്ക്ക് തന്റെ പേര് വെളിപ്പെടുത്തി. അതിനുശേഷം അവിടുന്ന് ചരിത്രത്തിലുടനീളം വിവിധ രീതികളിൽ തന്റെ ഈ ദൈവ സ്വഭാവം വെളിപ്പെടുത്താതിരുന്നിട്ടില്ല. ഞാൻ ആസൂത്രണം ചെയ്ത രക്ഷാപദ്ധതിയനുസരിച്ച് എല്ലാം ക്രമവൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഏകപുത്രനെ നമ്മോടുള്ള തന്റെ സ്നേഹം സുനിശ്ചിതമായ വിധത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി കാലത്തികവിൽ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ മറിയത്തിൽ നിന്ന് ജനിച്ചു. ഈശോയെ കാണുന്ന ഏത് വ്യക്തിയും പിതാവിനെ കാണുന്നു. നസറത്തിലെ ഈശോ തന്റെ വാക്കുകളിലും പ്രവർത്തികളിലും തന്റെ മുഴുവൻ വ്യക്തിത്വങ്ങളിലും ദൈവത്തിന്റെ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നു. കാരുണ്യമെന്ന രഹസ്യത്തെക്കുറിച്ച് നാം നിരന്തരം ധ്യാനിക്കണം. അത് സന്തോഷത്തിന്റെയും പ്രശാന്തതയുടെയും സമാധാനത്തിന്റെയും ഇടമാണ്. നമ്മുടെ രക്ഷ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. കാരുണ്യം എന്ന പദം പരിശുദ്ധ ദൈവത്തിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു. ദൈവം നമ്മെ സന്ദർശിക്കുന്ന ആത്യന്തികവും പരമവുമായ പ്രവൃത്തിയാണ് കാരുണ്യം. ജീവിത പദത്തിൽ സഹോദരി സഹോദരന്മാരുടെ കണ്ണുകൾ
കൽപ്പനകളിലേക്ക് ആത്മാർത്ഥതയോടെ നോക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ നിവർത്തിക്കുന്ന മൗലിക നിയമമാണ് കരുണ. ദൈവമനുഷ്യബന്ധത്തിന്റെ പാലകമാണ് കരുണ. നമ്മൾ പാപികളാണെങ്കിലും എന്നേക്കും സ്നേഹിക്കപ്പെടുന്നുവെന്ന പ്രത്യാശയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ഒന്നാണത്. കാരണത്തിലേക്ക് നാം ചില അവസരങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നോക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ കൂടുതൽ കാര്യക്ഷമമായ അടയാളമായി തീരുന്നതിനാണത്. ഇക്കാരണത്താൽ കാരുണ്യത്തിന്റെ ഒരു അസാധാരണ ചൂണ്ടി ഞാൻ പ്രഖ്യാപിക്കുന്നു. സഭയെ സംബന്ധിച്ച് സവിശേഷമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്. വിശ്വാസികളുടെ സാക്ഷ്യം കൂടുതൽ പ്രബലവും കൂടുതൽ കാര്യക്ഷമമായി തീർന്ന കാലഘട്ടമായിരിക്കും ഇത്. സഹോദരി സഹോദരന്മാരെ, നമുക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാം. കൃപയുടെയും കാരുണ്യത്തിന്റെയും ഈ വർഷത്തിൽ നമ്മെ നയിക്കുന്ന മാർഗം അവിടുന്നാണ്. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇത് കർത്താവിന്റെ കവാടമാണ്. നമുക്കിതിലൂടെ പ്രവേശിച്ച് കരുണയും ക്ഷമയും നേടാം. സ്നേഹമുള്ളവരെ, നമ്മളേവരും കരുണയുടെ ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിന്മേൽ ഭൂമിയെ വിരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരത്തിന്റെ കരത്താലും നീട്ടിയ ഭുജത്താലോടുന്ന് അവരെ മോചിപ്പിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിന്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഫറവോയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തന്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയന്റെ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോരി രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാടവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെതിരെ അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുഷ്കൃതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. സ്നേഹിതരെ, നമ്മളുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും അവരുടെ പേരൻസിനെ വിരിക്കാൻ വേണ്ടി രാജപുരം ഇടവകയിൽപ്പെട്ടവര് 2 കൊമ്പിലുമുള്ളവര് ദയവ് ചെയ്ത് ദേവാലയത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങിക്കൊടുക്കുക. അച്ഛന്മാരുടെ ഏറ്റ ജനതയോട് എല്ലാവരും ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഈ സുദിനത്തെ കാത്തിരുന്നത്. ഇങ്ങനെയൊരു കരുണയുടെ കവാടം കത്തീഡ്രൽ ദേവാലയം കഴിഞ്ഞാൽ കോട്ടയം രൂപതയിൽ രാജപുരം ഈ കുടിയേറ്റ മേഖലയിൽ ആദ്യത്തെ ദേവാലയമായ നമ്മുടെ ഫൊറോന പള്ളിയിൽ വെക്കുമ്പോൾ നമുക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം ഈ കരുണയുടെ കവാടം തുറക്കുകയും ഈ സമർപ്പിത സംഗമത്തിന്റെ സമാപനം കുറിക്കുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന കൊച്ചുപിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കെന്നഡി അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും സമർപ്പിതനായ നിങ്ങളേവരെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ സ്വരത്തില് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. മിശിഹായോളം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. Atyunnതമാം
പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആദിയിലെ വചനം, ജ്ഞാനം നൽകിയ വചനം, വഴിയും സത്യവും ജീവനുമായ തിരുവചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, സ്നേഹത്തിൻ വിത്തുവിതയ്ക്കും ദൈവത്തിൻ വചനം. ജീവൻ പകരും വചനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം ചൊരിയും വചനമേ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോദോസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. ഘട്ടങ്ങളിലൂടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമാതാപിതാക്കളെ, കാരുണ്യത്തിന്റെ മിഷണറിമാരായ സമർപ്പിത സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹവും കാരുണ്യവും സ്വീകരിക്കുന്ന പ്രിയ യുവതി യുവാക്കന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാത്സല്യമുള്ള കുട്ടികളെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യത്തിന്റെ ജൂബിലി വർഷം പ്രഖ്യാപിച്ചതിന്റെ അനുസ്മരണമായി പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തതനുസരിച്ച് പ്രാദേശിക സഭകളിലെ രൂപതകളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, കത്തീഡ്രൽ ദേവാലയങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലും കാരുണ്യത്തിന്റെ വാതിലുകൾ തുറന്നു കഴിഞ്ഞു. നമ്മുടെ സൗകര്യാർത്ഥം ഇന്നേ ദിവസത്തേക്ക് മലബാർ റീജിയനിലെ ഈ ഒരു ഭക്തി നിർഭരമായ തിരുകർമ്മങ്ങൾ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമർപ്പിത വർഷമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഫൊറോനയിലുള്ള സമർപ്പിതരുടെ
ഫൊറോനതല സംഗമം കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പരിശുദ്ധ പിതാവ് കാരുണ്യവർഷമായി പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും അഭിമന്യ പിതാവിന്റെയും കത്തുകളിലൂടെ നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ സമാപനത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് കാരുണ്യത്തിന്റെ സൂനകദോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഭ ദൈവജനമാണെന്നും സഭ എന്ന് പറഞ്ഞാൽ സഭാതലയിൽ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് സഭ കടന്നു വരുന്നത് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലൂടെയാണ്. ജനബന്ധിതമായ സഭയെ കുറിച്ചുള്ള ദർശനങ്ങളാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ സൂനകദോസ് എന്ന് രണ്ടാം വത്തിക്കാൻ സൂനകദോസിനെ വിശേഷിപ്പിക്കുന്നത്. സഭയിൽ 1300 മുതൽ മഹാജൂബിലി വർഷമായ 2000 വരെ 28 ജൂബിലി വർഷങ്ങൾ പരിശുദ്ധ പിതാക്കന്മാര് സഭയിൽ ആചരിച്ചിട്ടുണ്ട്. റോമിലെ തീർത്ഥാടക ബസലിക്കകളിൽ ആ സന്ദർഭങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട കവാടങ്ങൾ തുറന്ന് ബസലിക്കയുടെ പ്രധാനപ്പെട്ട കവാടങ്ങൾ തുറന്നുകൊണ്ടാണ് ഈ ജൂബിലി വർഷങ്ങളൊക്കെ ആരംഭിച്ചിരുന്നത്. അങ്ങനെ 28 ജൂബിലി വർഷങ്ങൾ ഈ കാലയളവിലൂടെ സഭയിൽ ആചരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഈ ജൂബിലി വർഷത്തിൽ, കാരുണ്യത്തിന്റെ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുത്തിരിക്കുന്ന മോട്ടോ ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യമാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അവിടുന്ന് കരുണാസമ്പന്നനാണ്. പൗലോസ്ലീഹായുടെ എഫേസ്യസിലെ സഭയുടെ ലേഖനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ കാരുണ്യം മനുഷ്യാവതാരത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യാവതാരം എന്ന് പറയുന്നത്, ഈശോ മിശിഹ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. അപ്പോൾ ഈ കാരുണ്യമാണ് മനുഷ്യനായി ദൈവം അവതരിച്ചതിലൂടെ ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. ഈ രക്ഷാകര ചരിത്രത്തിലെ, പഴയ നിയമ ചരിത്രത്തിലെ സംഭവങ്ങളെല്ലാമാണ് ഈ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച അവസരത്തിൽ സങ്കീർത്തനം 136-ാമത്തെ ഗാനം ആരംഭിച്ചുകൊണ്ടും അതേ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രവേശിച്ചത്. രക്ഷാകര ചരിത്രത്തിൽ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ ദൈവം വസിച്ചിട്ടുള്ള എല്ലാ കാരുണ്യ പ്രവൃത്തികളെയും സങ്കീർത്തകനായ ദാവീദ് അവിടെ അനുസ്മരിക്കുകയാണ്. അപ്പോൾ ഈശോ എന്ന് പറയുന്നത് ഈശോയുടെ കൂദാശയാണ് സഭ. അപ്പോൾ ഈശോയുടെ കൂദാശയായ സഭയിലൂടെയാണ് ദൈവത്തിന്റെ കാരുണ്യം ഈശോ മിശിഹായിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ കൂദാശയായി സഭയിലൂടെ ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ആ വഴികൾ എന്ന് പറയുന്നത് കൂദാശകളാണ്. ഓരോ കൂദാശയും ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിക്കുക. അവിടുത്തെ പരസ്യ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളുമാണല്ലോ നമ്മൾ ഈ കൂദാശകളിലൂടെ അനുസ്മരിക്കുന്നത്, നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന കൂദാശകളുടെ കൂദാശ, ആരാധനയുടെ ആരാധന, ആ വിശുദ്ധ കുർബാനയിൽ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈ അവസരത്തില് കാരുണ്യവും നീതിയും ക്ഷമയും ഒക്കെയാണ് നമ്മുടെ ധ്യാന വിഷയം. ഈ കാരുണ്യ വർഷത്തിൽ കൂടുതൽ കാരുണ്യം കാണിക്കുക, സ്നേഹം അഭ്യസിക്കുക, ക്ഷമ കാണിക്കുക. അതിനെല്ലാം നമുക്ക് മുന്നിലുള്ള മാതൃക എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. അപ്പോൾ ഈ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും മാതൃക ഈശോ മിശിഹ എന്ന മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ ഗുണമായി നമ്മൾ മനസ്സിലാക്കുന്നു ബൈബിളിലൂടെ. അതാണ് ഈ കാരുണ്യ വർഷത്തിൽ കൂടുതലായി സഭാതലയരെല്ലാം, എന്ന് പറഞ്ഞാൽ അൽമാരിൽ മാത്രമല്ല, വൈദികർ മാത്രമല്ല, മെത്രാന്മാർ മാത്രമല്ല, കർദിനാൾമാർ മാത്രമല്ല, മാർപ്പാപ്പ മാത്രമല്ല, സഭാതലയരെല്ലാവരും ഈ സ്നേഹ കാരുണ്യ ക്ഷമയിലേക്ക് വരിക.
ഈശോമിശിഹ അതെല്ലാം ആയിരുന്നല്ലോ ദൂതപുത്രന്റെ ഉപമയില്. കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പോയെന്ന ആ ഉപമയില് എല്ലാം ഈശോ പറഞ്ഞു വയ്ക്കുന്നതാണ്, കാരുണ്യം കാണിക്കണം, കാരുണ്യത്തിൽ നിങ്ങൾക്ക് നൽകണം സമൃദ്ധമായി എന്ന മാതൃകയാണ് ഈശോമിശിഹ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നില്ല. വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നില്ല. വഴി വിട്ടുള്ള കാര്യങ്ങളോ നിയമവിരുദ്ധമായ കാര്യങ്ങളോ ചെയ്യുന്നത് കരുണയല്ല. അത് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് ലഘൂകരിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ കാലഘട്ടത്തിലൂടെ നമ്മളിൽ നിന്ന് സഭ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് വിവാഹമോചനം സഭയിൽ ഇത്രയും നാളും 2 കോടതികളിലൂടെയാണ് വിവാഹമോചനം സാധ്യമായിരുന്നതെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു കോടതിയിലൂടെ ഈ വിവാഹമോചന കേസുകൾ ലഘൂകരിച്ചിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ളതൊന്നുമില്ല, അതുപോലെ തന്നെ വഴിവിട്ടുള്ള കാര്യങ്ങളുമല്ല, നിയമത്തെ ലഘൂകരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ കാരുണ്യവർഷത്തിൽ ഗർഭചിത്രം നടത്തുന്നത് ആ നടത്തിയിട്ടുള്ള ആളുകളുടെ പാപമോചനം വൈദികർക്ക് നൽകാമെന്ന് വെച്ചിട്ടുള്ള ഈ കാരുണ്യവർഷത്തിൽ പ്രത്യേകമായിട്ട് ഇളവ് നൽകിയിരിക്കുന്നു. ഇത്രയും നാളും അത് മെത്രാന്മാർക്കായിട്ട് നൽകിയിരിക്കുകയായിരുന്ന ധ്യാനമന്ത്രങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ചില വൈദികർക്ക് മാത്രമായിട്ട് അത് സമർപ്പണം ചെയ്യപ്പെട്ടിരുന്നതാണ്. അത് ഈ വർഷത്തിൽ ഈ ഒരു കാരുണ്യ വർഷത്തിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഈ വർഷത്തിൽ മാത്രമായി അത് കാരുണ്യ വർഷത്തിൽ എല്ലാ വൈദികർക്കും ഈ പാപത്തിനുള്ള പാപമോചനം നൽകാൻ ഉള്ള അധികാരം നൽകിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാരുണ്യത്തിന്റെ ശൈലി സഭ എന്ന് പറയുമ്പോൾ ഈശോമിശിഹ കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം ഇന്ന് ഈ ഒരു രാജപുരം കുർബാന പള്ളിയിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റ മേഖലയിലെ ആദ്യത്തെ ദേവാലയമായ രാജപുരത്തെ ഈ ദേവാലയത്തിന്റെ കവാടം നമ്മൾ തുറന്നു കഴിഞ്ഞു. ഇതൊരു അടയാളമാണ്. ഈ പ്രധാന കവാടം തുറന്ന് ഇത് കരുണയുടെ വാതിലായി ഇത് തുറന്ന് നമ്മൾ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇതുപോലെ ഒരു അടയാളം സഭ ഒന്നാകെ സ്വീകരിക്കണമെന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈശോ സഭ പുരോഹിതനാണ്, ആദത്തെ എടുത്ത് ഈശോമിശിഹ തോളിലിട്ടിരിക്കുകയാണ്. നല്ല ഇടയനെ പോലെ ആദത്തെന്ന് പറഞ്ഞാൽ മനുഷ്യനെ തോളിലേറ്റിരിക്കുകയാണ്. പാവാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യനെ ഈശോമിശിഹ തോളിലേറ്റി ദൈവത്തിന്റെ കൃപകൾ കൊണ്ട് അവരെ പൊതിയുകയാണ്. ഈ 2 പേർക്ക് 3 കണ്ണികളാണുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവം ഈശോമിശിഹ ആദത്തിന്റെ മനുഷ്യന്റെ കണ്ണിലൂടെ കാണുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണുക. ഇതാണ് ഇതിന്റെ അർത്ഥം. ദൈവം ആദത്തിന്റെ മനുഷ്യന്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുന്നു, മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണുക. ഈശോമിശിഹായുടെ പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തികളായി സ്വന്തം ജീവിതത്തിൽ ഈ കാരുണ്യത്തിന്റെ ഒരു നല്ല വർഷം ആചരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കാരുണ്യത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിനും ദൈവകാരുണ്യത്തിന്റെ അപ്പസ്തോലികയായ വിശുദ്ധ ഫൗസ്തീനായും സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കാരുണ്യ വർഷം. നമുക്ക് ഈ വർഷം ഏറ്റവും അർത്ഥപൂർണമായി നമുക്ക് ഈ വർഷം ആചരിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടുതലായും ഈ കൊറോണയിൽ കാരുണ്യത്തിന്റെ മിഷണറിമാരായ സമർപ്പിതർ ഒന്നിച്ചു ചേരുന്ന ദിവസം കൂടിയാണ്. പ്രിയമുള്ള സമർപ്പിതരെ, നിങ്ങൾ കാരുണ്യത്തിന്റെ മിഷണറിമാരാണ്. കാരുണ്യത്തിന്റെ ദൈവികമായ മുഖമാണ്, കാരുണ്യത്തിന്റെ ദൈവികമായ പ്രവർത്തനങ്ങളാണ് നിങ്ങളിലൂടെ ലോകത്തിന് നിങ്ങൾ നൽകുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കേരളത്തിനും വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ കാരുണ്യത്തിന്റെ സുവിശേഷകരായി കാരുണ്യത്തിന്റെ മിഷണറിമാരായിരിക്കുന്നത് ഞങ്ങൾ ആനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു. സഭ ഈ സമർപ്പിത വർഷം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഫോറോനായിലെ ജ്ഞാനായ സമുദായത്തിലെ മക്കളാണ് നിങ്ങൾ ഈ കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ഇനിയും അത് ചെയ്യാനുള്ള കൃപയും അനുഗ്രഹവും ധൈര്യവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, ഈ കാരുണ്യത്തിന്റെ മിഷണറിമാരാകാൻ നിങ്ങളുടെ കുടുംബങ്ങളാണ്
ഈ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്ത് സഭയെ അനുഗ്രഹിച്ചത്. നിങ്ങളൊരു കാരുണ്യത്തിന്റെ മാതാപിതാക്കളാണ്, കാരുണ്യത്തിന്റെ സംഭാവനകൾ ചെയ്തവരാണ് നിങ്ങൾ. കാരുണ്യം സഭയ്ക്ക് നൽകുവാൻ വേണ്ടി മക്കളെ നൽകിയവരാണ് നിങ്ങൾ. എന്ന നിലയിൽ നിങ്ങളെ പ്രത്യേകപൂർവ്വം സന്തോഷപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. സഭയ്ക്ക് പല വിധത്തിലും സംഭാവനകൾ ചെയ്യാം, പണപരമായിട്ട് ചെയ്യാം, ശുശ്രൂഷ വഴിയായിട്ട് ചെയ്യാം, മക്കളെ നൽകിക്കൊണ്ട് ചെയ്യാൻ പറ്റും, പ്രാർത്ഥന കൊണ്ട് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഈ മാതാപിതാക്കളും ഈ ബന്ധുജനങ്ങളും ഈ ഭവനായിലെ സമർപ്പിതരുടെ ആളുകളായിട്ട് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മക്കളെ നൽകിക്കൊണ്ട് സഭയെ സഹായിച്ചതുപോലെ എന്ന നിലയിലാണ്. അതിനെ ഞാൻ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ അവസരത്തിൽ ഈ സമർപ്പിതരെ ഓരോരുത്തരെയും സമർപ്പിച്ച് അവരെ നമുക്ക് നൽകിയ ദൈവത്തെ ഓർത്ത് നന്ദി പറയുകയും ഇങ്ങനെ ഓരോരുത്തരെയും നന്ദി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് കരുണയുടെ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ആത്മീയവും ശാരീരികവുമായിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴികളിലൂടെ കടന്ന് ഈ ദേവാലയത്തിൻ്റെ കവാടത്തിലൂടെ കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദണ്ഡവിമോചനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുള്ള യോഗ്യതകൾ ഈ വിശുദ്ധ കുർബാന മധ്യേ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാണ്. നല്ല പ്രാർത്ഥനാപൂർവമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആത്മീയമായ ചിന്തകളോടുകൂടിയുള്ള കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കാരുണ്യത്തിൻ്റെ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അനുരഞ്ജന കുദാശ സ്വീകരിക്കുകയും ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് കൂടുതൽ കാരുണ്യത്തിൻ്റെ വക്താക്കളായി തീരാൻ ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ചും ഈ കാരുണ്യ വർഷത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും ഇവിടെയുള്ള കൈക്കാരന്മാർക്കും ഇവിടെയുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ കാര്യം അറിഞ്ഞ മാത്രയിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും അവർ നമുക്ക് വേണ്ടി ചെയ്തു എന്നത് നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാനയുണ്ട്. അതെല്ലാം ക്രമീകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഈ ഫൊറാനയിലുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഈ പ്രദേശത്തുള്ള എല്ലാവരിലെയും അതുപോലെ തന്നെ സലേഷിലെയും ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ബഹുമാനപ്പെട്ട അച്ഛന്മാരെല്ലാവരും സൃഷ്ടിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ജ്ഞാനികൾ സമർപ്പിച്ച കാഴ്ചവസ്തുക്കൾ പോലെ ഞങ്ങളുടെ ബലിയും അങ്ങേക്ക് സ്വീകാര്യമാകട്ടെ. മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് അങ്ങേക്ക് സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായെ, നിന്നിൽ പിതാവിനെ കാണുവാനും അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കുചേരുവാനും ഞങ്ങൾക്ക് ഇടവരുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ ആചാരമായ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. Yeah.
ലോകം മുഴുവനും അലിവോടെ ദൈവമനുഗ്രഹമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ശ്രമിച്ച് കാരുണ്യവർഷത്തിലേക്ക് പ്രവേശിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായിലൂടെ അവിടുത്തെ കാരുണ്യത്തിന്റെ മുഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന ഈശോയുടെ വചനം ഞങ്ങളുടെ ധ്യാന വിഷയമാകട്ടെ. ദൈവത്തിൽ നിന്നും കരുണ സ്വീകരിക്കുന്ന ഞങ്ങൾ ചുറ്റുമുള്ളവർക്ക് കരുണ പകർന്നു നൽകുവാൻ കടപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുന്നു. കരുണയാണ് സുവിശേഷത്തിന്റെ അന്തസ്സത്ത എന്ന ബോധ്യത്തോടെ കാരുണ്യത്തിന്റെ തന്നമുള്ള കണ്ണുകൾ കൊണ്ട് സഹോദരങ്ങളെ നോക്കിക്കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യത്തിന്റെ ഒരു നോട്ടമോ വാക്കോ പുഞ്ചിരിയോ പ്രവൃത്തിയോ ഇല്ലാത്ത ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ കനിയണമേ. കാരുണ്യവാനായ ഈശോയെ, ഈ വിശുദ്ധ മത്സരത്തിൽ അങ്ങേ പരിശുദ്ധാരൂപി അയച്ച് ഞങ്ങളെ സമീപിക്കുന്ന സകലർക്കും അങ്ങയുടെ കരുണയും ക്ഷമയും സ്നേഹവും പകർന്നു നൽകി അവിടുത്തെ കാരുണ്യമുഖം ലോകത്തിന് അനുഭവവേദ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുവഴി സഭ നവീകൃതമായി നവോന്മേഷത്തോടെ എളിയവർക്ക് സുവിശേഷവും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് കാഴ്ചയും നൽകുമാറാകട്ടെ. പിതാവിനോടും പുത്രനോടുമൊപ്പം പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേക്ക് കാരുണ്യത്തിന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയം വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുന്നു.